ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷുഗർ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഈ ഒരു ഹോം റെമഡീനെ കുറിച്ചിട്ട്. ഷുഗർ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല രണ്ട് സാധനമാണ് ഇഞ്ചിയും ചെറിയുള്ളിയും. ഇഞ്ചിയുടെയും ചെറിയുള്ളിയുടെയും ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഒറ്റമൂലി എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് 5 ചെറിയുള്ളിയും ഒരു മീഡിയം സൈസുള്ള ഇഞ്ചിയുമാണ്. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരണം. നിങ്ങൾക്ക് കുത്തിച്ചതക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതിൽ കുത്തിച്ചതച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട്, അതായത് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടിരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ നീരാണ് വേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ചെറിയുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും നീരെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രാവിലെ ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നിർത്തി ഈ ഒരു കാര്യം മാത്രം ചെയ്ത് ഷുഗർ ലെവൽ കുറക്കാമെന്ന് ചിന്തിക്കരുത്. നിങ്ങളത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇൻസുലിൻ നിർത്താൻ പാടുള്ളൂ. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നിർത്തി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നേരം അത് എത്രത്തോളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അവരുടെ കാര്യം ആണെങ്കിലും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അത് നിർത്തിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതൊന്നും എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ നീര് കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കണം. നിങ്ങളുടെ അടുത്ത് നല്ല വെള്ള തുണി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മിക്സിയുടെ ജാറിലല്ല നിങ്ങൾ ചെയ്യുന്നത്, കുത്തിച്ചതച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയിൽ പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല അതിൻ്റെ കറക്റ്റ് നീര് അപ്പോഴും നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ച് നന്നായി അതിൻ്റെ നീര് മാത്രം എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല, നമുക്കൊരു 1/4 ഗ്ലാസ് മാത്രമേ ഇതുണ്ടാവും. 1/4 ഗ്ലാസ്സും ഉണ്ടാവില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ഇത് കിട്ടൂ. അപ്പോൾ അത് മാത്രം മതി. അത് നിങ്ങൾ രാവിലെ ഭക്ഷണമെല്ലാം കഴിക്കുന്നതിൻ്റെ മുന്നേ കുടിക്കുകയെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഒരാഴ്ച കൊണ്ടെല്ലാം ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്നവരായിരിക്കുമല്ലോ, അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടിയും ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് കിട്ടുന്ന നേരം ഇത് കണ്ടിട്ട് അവർക്കും കൂടി അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നീരാണ്. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവൂ, അത്ര കുടിച്ചാൽ മതി. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ചെറിയൊരു കൺട്രോൾ വരുത്തുക. അതായത് അരി ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ കഴിയുന്നതും അരി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ മധുരം ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടിയും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.